ആമി, നിനക്ക് എണിക്കാറായില്ലേ? വേഗം എണീറ്റിട്ട് കുളിച്ചുപോയി വിളക്കത്തിച്ചേ. ആമ്മേ. ഇവളാമി, ആത്മീയ നന്ദകുമാർ. നന്ദകുമാറിന്റെയും ലക്ഷ്മി നന്ദകുമാറിന്റെയും 2 മക്കളിൽ മൂത്തയാള്. രണ്ടാമത്തത് ഒരു ആൺകുട്ടിയാണ്, അർജുൻ. അർജുൻ നന്ദകുമാർ. ഈ പിള്ളേർക്കൊന്ന് രാവിലെ നേരത്തെ എണീറ്റാലെന്താ? അതെങ്ങനെയാ? TV ഒക്കെ കണ്ട് രാത്രി ലേറ്റായിട്ടല്ലേ കിടപ്പ്. എല്ലാം ഞാൻ നിർത്തി തരുന്നുണ്ട്. ഡാജു, മതി ഉറങ്ങിയത്, എനിക്ക് സമയം ഒരുപാടായി. പ്ലീസ് ചേച്ചി, കുറച്ചേരം കൂടെ. കുറച്ചു നേരമില്ല, വേഗം എണീക്കാൻ നോക്ക് ചെക്ക. അമ്മ എങ്ങാനും കയറി വന്നതിനെ അറിയാലോ. ഓ, എന്തൊരു കഷ്ടം അത്. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ. വന്നോ നീ? വിളക്ക് വെച്ചോ? അമ്മ വിളക്ക് വെച്ചു. തല നന്നായി തോർത്തിയില്ലേ? കുറച്ചേരം ഫാൻ്റെ ചോട്ടിൽ പോയിരുന്നേ, ഞാൻ കാപ്പി കൊണ്ടുവരാം. അമ്മ കാപ്പി അവിടെ വെച്ചിരിക്കണേ, ഞാൻ അതെടുത്തിട്ട് പോവാം. അതാ ടേബിളിന്റെ മേലുള്ള ഫ്ലാസ്കിലുണ്ട്, പോയി കുടിച്ചോ. പിന്നെ അജുനെ ഏൽപ്പിച്ചില്ലേ? മേനിപ്പിച്ച് വിട്ടുണ്ട്, ബാത്റൂമിൽ കയറിയിരിക്കുക. കഴിച്ചു കഴിഞ്ഞ് വേഗം പോയി റെഡിയാവാൻ നോക്ക്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച ശേഷം സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കാണ് ആമിയും അജുവും. ആമി 6th പഠിക്കുന്നത്, അജു 4th. രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് സ്കൂൾ യാത്രയും. അജു പൊതുവേ ഒരു ബഹിർമുഖൻ സ്വഭാവക്കാരനാണ്, തികച്ചും ഒരു എക്സ്ട്രോവേർട്ട്. എന്നാൽ അതിന് നേരെ വിപരീതമാണ് ആമിയുടെ കാര്യം. തൻ്റെതായൊരു ലോകം കെട്ടിപ്പൊക്കി അതിൽ വസിക്കാനാണ് ആമിക്കേറെ ഇഷ്ടം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമിക്ക് സുഹൃത്തുക്കളും കുറവായിരുന്നു എന്നല്ല, ഇല്ലെന്ന് തന്നെ തീർത്തും പറയാം. പിന്നെ കുറച്ചും കൂടി അടുപ്പുള്ളത് തൻ്റെ 2 വീടപ്പുറം താമസിക്കുന്ന നന്ദയോടാണ്. ശ്രീനന്ദ അരവിന്ദൻ, അരവിന്ദന്റെയും സീതയുടെയും ഇളയ മകൾ. മൂത്തവൻ ശ്രീഹരി അരവിന്ദൻ. നന്ദ ഇപ്പൊ 7th. ശ്രീഹരി ഡിഗ്രിക്ക് ടൗണിലുള്ള ഒരു കോളേജിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്നാണ് വരവും പോക്കൊക്കെ. അമ്മേ, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ആമി അവിടെ കാത്തുക്കുണ്ടാവും, ഇപ്പൊ തന്നെ വൈകി. എങ്ങനെ വൈകാണ്ടിരിക്കും? മടി പിടിച്ചിട്ട് കിടന്നുറങ്ങായിരുന്നല്ലേ, ഞാൻ വന്ന് കുത്തിപ്പൊക്കിയില്ലെങ്കിൽ മോളെ എണീക്കില്ലായിരുന്നു. ലഞ്ചല്ലേ? ലഞ്ച് ബോക്സും ബോട്ടിലൊക്കെ എടുത്തതല്ലേ? ഈ അമ്മ. അടുത്തതാ, ഞാൻ പോവാ, ബൈ. ഈ കൊച്ചിനെ കൊണ്ട്. അമ്മേ, ഞങ്ങൾ ഇറങ്ങാണേ. സൂക്ഷിച്ചു പോയി വാ. പിന്നെ ക്ലാസ് കഴിഞ്ഞ് അവിടെ ഇവിടെ ഒന്ന് കറങ്ങി നടക്കരുത് കേട്ടോ. അജു നിന്നോടാ, ഗ്രൗണ്ടിലേക്കുള്ള നിന്റെ പോക്കങ്ങ് നിർത്തിയേക്ക്. അമ്മേ, എന്താ അമ്മേ, ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നേരമല്ലേ ഞാൻ കളിക്കാൻ പോകുന്നുള്ളൂ. അതിപ്പോ വേണ്ടെന്നാ പറഞ്ഞേ. കുറച്ചുകൂടി വലിയ ക്ലാസ് എത്തട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി നിന്ന് വാശി പിടിച്ച ഞാൻ അച്ഛനോട് പറയും. അറിയാലോ പിന്നെ എന്തുണ്ടാവും പോണേന്ന്. നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല. ശരി. എന്നെ ഈ വീടിന്റെ അടുത്തോട്ടെങ്കിലും ഒന്ന് വിടുവോ കളിക്കാനായിട്ട്? അത് വഴിയെ ആലോചിക്കാം, നീ ഇപ്പൊ ചെല്ല്. അമ്മി, ഞങ്ങളിന്ന് ഇറങ്ങട്ടെ. ശരി. ആമി. ചേച്ചി, കൊറേ നേരമായോ വന്നിട്ട്? ഞങ്ങളിപ്പോ എത്തിയുള്ളൂ. എന്താടാ കുട്ടാപ്പി, നിന്റെ മുഖത്ത് കടന്നല് കുത്തിയോ? നന്ദ അത് വന്ന് ചോദിക്കേണ്ട താമസം. ചെക്കൻ മുഖം വീർപ്പിച്ച് ചുണ്ടുകൂട്ടി. രാവിലെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ ബാക്കി എന്നോണം അവൻ ആ ദേഷ്യം മുഴുവൻ റോഡിൽ കൂടെ തീർത്തിട്ട് വഴി കൂടെ കണ്ടുമുട്ടിയ തന്റെ സുഹൃത്തുക്കളോടൊപ്പം നടന്നകന്നു. ഇവനിതെന്തു പറ്റി? അതൊന്നുമില്ല ചേച്ചി, രാവിലെ അമ്മ അവനോട് ആ ഗ്രൗണ്ടിൽ പോയി കളിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതിന്റെയാ. ചെക്കനിപ്പോ ദേഷ്യം ഭയങ്കര കൂടുതലാ. അതിനിപ്പോ കുറച്ചു നേരം അവിടെ പോയി കളിക്കണോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെയുള്ള മിക്ക കുട്ടികളും അങ്ങോട്ട് പോണുണ്ടല്ലോ. അത് ചേച്ചി, മിനിഞ്ഞാന്ന് അച്ഛൻ പറയണ കേട്ടതാ. ആ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ പണി നടക്കല്ലേ, അവിടെ കുറച്ച് ബംഗാളികളിരുന്ന് സിഗരറ്റും മദ്യമൊക്കെ കൂട്ടത്തോടെ ഇരുന്ന് വലിക്കണതും കഴിക്കുന്നതൊക്കെ അച്ഛൻ കണ്ടുത്രേ. അപ്പോ അത് പേടിച്ചിട്ടാ അവനെ കുറച്ച് നാളത്തേക്ക് അങ്ങോട്ടേക്ക് അയക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞേ. ആണോ? അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് അയക്കാണ്ടിരിക്കാൻ തന്നെ നല്ലത്. അതൊക്കെ വിട്. ആനുവൽ ഡേ അടുക്കല്ലേ, നീ എന്തൊക്കെ പ്രോഗ്രാംസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ? ഞാനോ? ഞാൻ തിരുവാതിരയ്ക്കും പിന്നെ ഒരു സ്കിറ്റ്, അതിനാണ് പറഞ്ഞു വെച്ചാണ്. ഇനി അറിയില്ല, ദിവസങ്ങളുണ്ടല്ലോ. പിന്നെ പറഞ്ഞു വെച്ച പോലെ അല്ലല്ലോ അവിടെ ചെയ്യേണ്ടത്. നന്നായി ചെയ്തില്ലെങ്കിൽ
കുട്ടികളെ മാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ പറഞ്ഞതും ശരിയാ. ചേച്ചി പിന്നെ എന്തിനൊക്കെ ഉള്ളേ? ഞാനോ? ഞാൻ 2 ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ ഒരു മോണോ ആക്ട്, പിന്നെ രാവിലത്തെ ഒരു കൊയർ സോങ്ങിനും കൂടി ഉണ്ട്. അങ്ങനെ അവർ സ്കൂളിലെത്തി. വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് ഇരുവരും അവരവരുടെ ക്ലാസ്സുകളിലോട്ട് നീങ്ങി. ആമി പതിവ് പോലെ തന്നെ തന്റെ ക്ലാസ്സിലേക്ക് പോയി സ്ഥിരമായി താനിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. എന്നത്തെയും പോലെ തന്നെ മടുപ്പുളവാക്കുന്ന നിമിഷങ്ങൾ. അവിടെ അവളെ കാത്തിരിക്കാൻ ആ ബെഞ്ചും ഡെസ്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ മാത്രമാണ്, തനിക്ക് മാത്രമാണ് ഒരു കൂട്ടില്ലാത്തത്. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കൂട്ടുകൂടാൻ മാത്രമായിട്ട് എന്ത് പ്രത്യേകതയാണ് തനിക്കുള്ളത്? ഭംഗിയുണ്ടോ? എന്തെങ്കിലും കഴിവുകളുണ്ടോ? അതോ ഇനി നന്നായി പഠിക്കോ? ഒന്നും തന്നെയില്ല. ആരെയും ആകർഷിക്കാൻ തരത്തിലുള്ള ഒരു ഗുണവും തനിക്കില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ പതിയെ ഡെസ്കിലേക്ക് തലചായ്ച്ച് കിടന്നു. അങ്ങനെ സമയം കടന്നുപോയി, ദിവസങ്ങളും പിന്നിട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഞങ്ങളുടെയൊക്കെ ആധാർ റെഡിയാക്കണമെന്ന് കുറച്ച് നാൾ മുമ്പേ അച്ഛൻ പറഞ്ഞിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഇന്ന് നേരത്തെ വരണമെന്ന് അച്ഛൻ സ്കൂളിൽ വിളിച്ച് പറഞ്ഞതുമാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നു. അജുവിനാണെങ്കിൽ ചെറിയൊരു ജലദോഷം കാരണം അവനിന്ന് സ്കൂളിലേക്കും പറഞ്ഞയച്ചില്ല. അതുകൊണ്ട് എന്തായി, ഞാൻ ഇന്ന് ഒറ്റയ്ക്കായി. എന്നും വിചാരിച്ച് സ്കൂള് വിട്ടിറങ്ങണ നേരത്താണ് സുഹാസിനി മിസ് വന്നത്. മിസ്സിന് ഹാഫ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ മിസ്സിന്റെ ഒപ്പമാണ് ഞാൻ യാത്രയായത്. അച്ഛൻ നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ടും പിന്നെ സ്കൂളിൽ ഞാൻ അത്ര പ്രശ്നക്കാരി അല്ലാത്തതുകൊണ്ടുമാണ് എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചു. വളരെ തിരിഞ്ഞ് മിസ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മിസ് ടൗണിലേക്കായിരുന്നു. പിന്നെ എനിക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് 2 വളവ് തിരിഞ്ഞ വീടെത്തും. പക്ഷെ അവിടെയാണ് പണി കിട്ടിയത്. ആ ഏരിയയിലുള്ള ഏതോ വീട്ടിലെ കിണർ പണി കാരണം കല്ലും മണ്ണും ഒക്കെ ട്രക്ക് വന്ന് ആ വഴിപ്പാതയിൽ അങ്ങോട്ട് അൺലോഡ് ചെയ്തു. അതുകൊണ്ട് വഴി അങ്ങ് ബ്ലോക്കായി കിട്ടി. ഇതൊക്കെ മാറ്റി വെക്കാനായിട്ട് മിനിമം ഒരു 20-25 അരമണിക്കൂർ പിടിക്കും. ഇനി ചിന്തിച്ച് നിന്നിട്ട് കാര്യമില്ല. വൈകി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളും. അതുകൊണ്ട് വേഗം ഞാൻ വാസുവേട്ടൻ്റെ അപ്പുറത്തെ തെങ്ങുതോപ്പ് വഴിയുള്ള റോട്ടിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ധൃതിയിൽ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കാര്യങ്ങളുടെ ഇരിപ്പ് വശം ഏകദേശം ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും ടപ്പേന്നുള്ളൊരു ഒച്ചയും അയ്യോന്നുള്ളൊരു അലർച്ചയാണ് ഞാൻ പിന്നെ കേട്ടത്. അതിൻ്റെ ഒപ്പം തന്നെ എന്തോ ഒരു ഭാരം കൂടിയ സാധനം വന്ന് എൻ്റെ മേലോട്ട് വന്നങ്ങ് പതിച്ചു. അമ്മേ! ഞാൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയി. പതിയെ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടു എനിക്ക് നേരെ വരുന്ന ആ തീക്ഷ്ണമായ നോട്ടത്തെ. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അതേ സമയം വേണ്ടി വന്നില്ല. അടിപൊളി, എൻ്റെ കാര്യത്തിൽ എന്നൊരു തീരുമാനമാവും. ആളാരാണെന്നാവും അല്ലേ? ഈ നാട്ടിലുള്ളവരോടൊക്കെ നല്ലവനായ സൽഗുണ സമ്പന്നനായ ഒരു ഉണ്ണിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അവരെല്ലാം ഒരേ സ്വരത്തിൽ ഉച്ചരിക്കുന്ന ഒരു നാമധേയം. ആ ഒരു വിശിഷ്ട വ്യക്തി ഇദ്ദേഹമാണ് ഇന്ദ്രജിത്ത് മാധവ്. സഖാവ് മാധവിൻ്റെയും ലില്ലിയുടെയും ഏകപുത്രൻ. പിന്നെ ഒരു അലർച്ചയായിരുന്നു എന്നെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഞാൻ അയാളെ കണ്ണു വീഴ്ച നോക്കി. അല്ലേ, ഇങ്ങേരിത് എന്ത് തേങ്ങയായി പറയണത്? എന്റെ നേർക്ക് വന്ന് എന്നെ തട്ടിയിട്ടിട്ട് എന്നോട് എണീറ്റ് മാറാനാ? കൊള്ളാലോ. ഞാൻ അയാൾ ഒന്നുകൂടിയും കൂർപ്പിച്ചൊന്ന് നോക്കി. അപ്പോഴായിരുന്നു സുഹൃത്തുക്കളെ എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. തട്ടി താഴെ വീഴുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് ഫ്ലിപ്പായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങേര് താഴെയും ഞാൻ അങ്ങോരുടെ മേലെയാണ് കിടക്കണത്. ഞാനും വിചാരിച്ചു വീണപ്പോഴും എനിക്ക് വലിയ വേദന ഒന്നും അനുഭവപ്പെട്ടില്ലല്ലോ എന്ന്. അപ്പൊ കാരണം എന്തായിരുന്നല്ലേ? അയ്യോ സോറി. ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് മാറി. അപ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ടിട്ട് വാസുവേട്ടനും പിന്നെ വേറെ 2 പേരും ഓടിയെത്തിയിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴതാ അങ്ങേര് നിന്നിടം ശൂന്യം. ഓടിപ്പോയ വഴിയില് പുല്ല് പോലും മുളയ്ക്കത്തില്ല. വാസുവേട്ടന്റെ പറമ്പില് തെങ്ങ് കയറാൻ നിൽക്കുന്ന പീതാംബരേട്ടനുള്ള 8ന്റെ പണിയായിരുന്നു ആ കാർക്കോടനൻ പന്നിപ്പടക്കത്തിന്റെ രൂപത്തില് എറിഞ്ഞങ്ങ് ഇട്ടു കൊടുത്തത്. എന്നിട്ട് ഈ കുരുത്തക്കേടെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഓടി വന്ന് പതിച്ചത് എന്റെ മേലോട്ട്. നന്നായി. അങ്ങനെ എല്ലാരും എൻ്റെ അടുത്തോട്ട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പേടിച്ചിട്ടും പെട്ടെന്ന് കഥ പറഞ്ഞെടുക്കാനുള്ള കഴിവില്ലാത്തോണ്ടും പിന്നെ പീതാംബരേട്ടന്റെ അവസ്ഥ കണ്ടുകൊണ്ടും ഞാൻ ഉള്ളത് പോലെ തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തു. പിന്നെ അവരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി
ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് കാരണക്കാരൻ ആരാണെന്ന് മനസ്സിലായതെന്ന്. അല്ലേലും വഴിയെ പോണ വയ്യാവേലിയൊക്കെ കറക്റ്റായിട്ട് എന്റെ തലയിൽ വന്ന് വീഴുന്നുണ്ടല്ലോ. സന്തോഷം. ഇനി അധികം നേരം അവിടെ നിന്നാൽ ശരിയാവില്ല എന്നോർത്ത് ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. അന്ന് വൈകുന്നേരം അക്ഷയ സെന്ററിൽ പോയിട്ട് ആധാർ റെഡിയാക്കുന്ന കാര്യത്തിലായിരുന്നു ശ്രദ്ധ മുഴുവനും. പിന്നീട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നേരെ ഏകദേശം ഇരുട്ടിയിരുന്നു. അതുകൊണ്ട് ഫുഡെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ടാ തിരിച്ചെത്തിയത്. വന്ന പാടെ ഞാൻ കുളിച്ച് ഫ്രഷായി സ്കൂളിലേക്ക് നാളത്തേക്ക് ചെയ്യേണ്ട വർക്കെല്ലാം ചെയ്തു തീർത്തിട്ട് നേരത്തെ തന്നെ കിടന്നു. പിറ്റേ ദിവസം എണീറ്റ് കുളിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു മിന്നായം പോലെ എൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത്. അത് ഓർക്കുമ്പോ തന്നെ എൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. റോഡിൽ കൂടെ നടക്കുമ്പോഴും സ്കൂളിലേക്ക് എത്തുമ്പോഴൊക്കെ അയാൾ എന്നെ കാണല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു. കാണാണ്ടോ ആ മുന്നിൽ ചെന്നപ്പെടാണ്ട് ഒളിച്ച് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അതിന്റെ ഫലങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങേര് നേരെ വന്നെന്റെ മുന്നിൽ വന്ന് ചാടി. എന്നെ കണ്ടത് ഒരു കണ്ണുരുട്ടി പേടിപ്പിക്കലായിരുന്നു. ഓ എന്റെ ദേവി, എന്റെ ആത്മാവ് ശരീരത്തുനിന്ന് പോയി. അതുപോലെ ദഹിപ്പിക്കുന്ന നോട്ടായിരുന്നു. എന്തോ പറയാനായിട്ട് വന്നതാ. പക്ഷെ കൂടെയുള്ള ചേട്ടൻ തടഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഓട്ട വെച്ച് പിടിച്ചു എന്റെ ക്ലാസ്സിലോട്ട്. ആ അപ്പൊ ഇന്നലത്തെ എന്റെ ബാക്കിയെന്നോണം അങ്ങേർക്ക് നല്ല പോലെ ഒരു സ്വീകരണം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് കാരണക്കാരിയായി എനിക്കുള്ള നന്ദി വാക്കും ഹസ്തദാനവും തരാനായിരിക്കും ആ കോമള വദനത്തോടു കൂടി എന്റെ മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് എന്നെ കാണുമ്പോഴൊക്കെ ചെകുത്താൻ കുരിശ് കണ്ട പോലെ അങ്ങേര് നിന്ന് വിറയ്ക്കും. എന്തിനാണാവോ? ആ സംഭവം നടന്നിട്ട് തന്നെ അധികകാലം ആയിട്ടില്ല. അതിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ തന്നെ കൂന്നുന്മേക്കുരി എന്ന് പറയുന്ന പോലെ അടുത്ത സംഭവം അരങ്ങേറി. അന്ന് ഉച്ചതിരിഞ്ഞ് ലഞ്ച് ഇന്റർവ്യൂ ടൈമില് ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് വരാന്തയിൽ കൂടെ നടക്കുന്ന നേരത്ത് PT സാർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാർ കുറച്ച് കിറ്റ് സ്പോർട്സിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അത് PT റൂമിൽ ഒന്ന് കൊണ്ടുവയ്ക്കാമോ എന്ന്. സാറിന് പ്രിൻസിപ്പൽ റൂമിലേക്ക് ഒന്ന് പോണായിരുന്നു, എന്തോ ഒരു മീറ്റിംഗ്. ഞാൻ പിന്നെ ഫ്രീ ആയതുകൊണ്ട് ആ കിറ്റെല്ലാം വാങ്ങി സാറിനോട് ഓക്കെ പറഞ്ഞ് നേരെ PT റൂമിലേക്ക് പോയി. ഞങ്ങളുടെ PT റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബിൽഡിങ്ങും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകണം. എനിക്ക് PT പീരീഡ് ഇരിക്കുന്ന സ്ഥലമൊക്കെ നല്ല പരിചയമുണ്ട്. കാരണം PT പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സിന്റെ സാധനങ്ങളെല്ലാം ആ റൂമിൽ കൊണ്ടുവയ്ക്കണേല് ഞാൻ മിക്കപ്പോഴും പ്രധാന പങ്ക് വഹിക്കാറുണ്ട്. അങ്ങനെ റൂമിൽ ചെന്ന സ്പോർട്സ് ഐറ്റംസ് എല്ലാം അവിടെ വെച്ച് തിരിഞ്ഞു നടന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. സ്കൂളിലത്തെ തന്നെ രണ്ട് ചെക്കന്മാര് തമ്മിൽ പൊരിഞ്ഞടി. തമ്മിലടി എന്ന് പറയാൻ പറ്റില്ല, ഒരാൾ കൊടുക്കുന്നു, മറ്റവൻ അന്തസ്സായി നിന്ന് അത് വാങ്ങുന്നു. ഉള്ളിൽ നിന്നോ കാഴ്ച ശരിക്കും അങ്ങ് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോഴതാ കൊടുക്കുന്നവൻ ഇന്ദ്രജിത്ത്, വാങ്ങുന്നവൻ എന്റെ ക്ലാസ്സിലുള്ളവൻ തന്നെയാണ്. ഈശ്വര, മിഥുൻ രാഗേഷ്. ക്ലാസ്സിലുള്ളവരുടെ എല്ലാം കണ്ണിലുണ്ണിയായ ഒരുത്തനാണ്. അങ്ങോട്ടേക്ക് പോയി അവരെ പിടിച്ചു മാറ്റണമെന്ന് ബുദ്ധി പറയുന്നെങ്കിലും ശരീരം അനങ്ങണ്ടേ. കണ്ട കാഴ്ചയില് പാറ പോലെ തന്നെ സ്തംഭിച്ചു നിൽക്കായിരുന്നു ഞാൻ അവിടെ. കൂടുതൽ രംഗം വഷളാവണേന് മുന്നേ തന്നെ മിഥുന്റെ ഫ്രണ്ട്സും പിന്നെ ഇങ്ങേരുടെ ഫ്രണ്ട്സും വന്ന് അവര് രണ്ടുപേരെയും പിടിച്ചു മാറ്റി. ഇപ്പൊ പിടിച്ചു മാറ്റിയിട്ട് ഇപ്പൊ എന്ത് കാര്യം? ആ ചെക്കന്റെ മുഖം ഇഞ്ചി ചതയ്ക്കണ പോലെ ചതച്ചു വെച്ചിരിക്കുക ആ ദുഷ്ടൻ. പക്ഷേ രസതല്ല, അങ്ങേരിവനെ തല്ലി ചതച്ചെന്നുള്ള സാക്ഷി പറയുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. കാരണം മിഥുനെ ഇട്ടിങ്ങേര് പെരുമാറുന്ന നേരത്ത് സഞ്ജയ് പിടിച്ചു മാറ്റാൻ വന്നപ്പോ ഇവന്റെ കൂട്ടുകാരെ ഞാൻ ആ PT റൂമിന്റെ അവിടെ നിൽക്കണത് കണ്ടു. പിന്നെ അവനൊന്നും നോക്കിയില്ല, സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് എന്റെ പേരങ്ങ് പറഞ്ഞു. ഒരേ ക്ലാസ്സിലായതുകൊണ്ടും അവന്റെ ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ ഞാനൊരു മെമ്പർ ആയതുകൊണ്ടും പിന്നെ അത്യാവശ്യം ക്ലാസ്സിലെ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുന്ന ഒരുത്തനായതുകൊണ്ടും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. രവി മാഷിന്റെ അടുത്ത് എനിക്ക് കണ്ട കാര്യങ്ങൾ എന്താന്ന് പറയേണ്ടി വന്നു. രവി മാഷ് ഞങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം വ്യക്തമായും ലളിതമായും വിശദീകരിക്കാനും എല്ലാവരുമായും നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും എല്ലാ വിദ്യാർത്ഥികളും വ്യത്യസ്ത രീതിയിലും വേഗതയിലും പഠിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ എല്ലാം കഴിവിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ഇദ്ദേഹം. സ്നേഹമുണ്ട്, പക്ഷെ ഇത്തിരി കർക്കശ സ്വഭാവമുണ്ട്. തമാശ പറയേണ്ടടുത്ത് തമാശ പറയും, സ്ട്രിക്റ്റ് ആവേണ്ട സമയത്ത് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യും. അതാണ് ആള്. ആളുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഏകദേശം കാര്യം കൈവിട്ട് പോയിന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു നേരം കൂടി കഴിഞ്ഞ ഇന്ദ്രജിത്ത് ഫ്രൈ ചൂടോടെ തന്നെ കാണാൻ പറ്റും.
അതിനുള്ള മസാല പുരട്ടി വെക്കലാണ് ഇപ്പൊ നടക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ അങ്ങേരുടെ അവസ്ഥ എന്നൊന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായി ഒന്ന് അങ്ങേരെ തലപൊക്കി നോക്കി. എന്റെ അമ്മേ, എന്നെ വെട്ടി മുറുക്കി അരച്ചിട്ടെങ്ങാൻ അയാളുടെ മുന്നിൽ കൊണ്ടുവച്ച ഇടം വല നോക്കാണ്ട് അയാൾ വലിച്ചങ്ങ് കുടിച്ചോളും. അത്ര ദേഷ്യമുണ്ട്. അന്ന് സ്കൂള് വിട്ട് വീട്ടിൽ പോകുന്ന നേരം വരെയും എനിക്കെന്റെ വിറയിൽ മാറിയിട്ടില്ലായിരുന്നു. ആ, അങ്ങനെയായിരുന്നല്ലോ ഇന്നരങ്ങേറിയ സംഭവങ്ങളെല്ലാം. ഇന്നത്തെ സംഭവങ്ങളൊക്കെ തന്നെ ആലോചിച്ചു കൂട്ടുമ്പോ ഞാൻ വിറയ്ക്കല്ല, ബോധം കെട്ട് വീഴുക ചെയ്യണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പിടിച്ചു നിൽക്കുക. എന്നാലും എന്റെ ആമി, നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. ആ ജിത്തേട്ടനെതിരെ സാക്ഷി പറഞ്ഞ ധീര വനിത. എന്റെ പൊന്ന് നന്ദേച്ചി, ഞാൻ കാലി പിടിക്കാം. എന്നെ സമാധാനിപ്പിക്കാനായിട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഞാനൊരു ദൃഷ്ടിദോഷാണ്. ഇനിയിപ്പോ ഇതും കൂടി ആയപ്പോ പിന്നെ പൂർത്തിയായി. എന്നെ കൈ കിട്ടാൻ കാത്തിരിക്കായിരിക്കും. ഇതിനുള്ള പ്രതികാരമായിട്ട് അയാൾ എന്താണോ അവൻ ചെയ്യാൻ പോണത്? ഓർത്തിട്ട് നീ നാട് വിട്ട് ഓടിയാലോ എന്ന് ആലോചിക്കുക. നീ ഇങ്ങനെ പേടിക്കാതെ. എന്തായാലും അടുത്ത കൊല്ലം കൂടി അയാളെ സഹിച്ച പോരെ. 10 കഴിഞ്ഞ് അയാളെ സ്കൂളിൽ വിട്ടു പോയിക്കോളും. പിന്നെ ഇന്നത്തെ ഒരു സംഭവത്തോടുകൂടി രവിമാഷിന്റെ ഒരു നോട്ടപ്പുള്ളി തന്നെയായി അങ്ങേര്. അപ്പോഴീ കുഴപ്പക്കാരുടെ മേലൊരു കണ്ണ് മാഷിന് എപ്പോഴും കാണും. അതുകൊണ്ട് നീ അധികം ടെൻഷൻ ആവാൻ നിൽക്കണ്ട. കഴിവത് അയാളുടെ മുന്നിൽ ചെന്ന് പെടാണ്ട് നോക്കിക്കോ. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങേരുടെ മുന്നിൽ ചെന്ന് പെടാണ്ടിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. സ്കൂൾ ആനുവൽ ഡേക്ക് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി. എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ആനുവൽ ഡേ നടത്തുന്നതെങ്കിലും ക്ലാസ്സുകൾ തമ്മിൽ വേർതിരിച്ച് നോക്കുമ്പോൾ പൊതുവെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും പ്രോഗ്രാമുകൾ കുറവായിരുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പുതിയ കുറച്ച് പ്രോഗ്രാമുകളും കൂടി ഉൾപ്പെടുത്താനായി ആവശ്യപ്പെട്ടു. അതിന്റെ നേതൃത്വം കൊടുത്തത് സ്വാഭാവികമായിട്ടും ക്ലാസ് ലീഡറായ അനാമികയ്ക്കായിരുന്നു. കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ളതുകൊണ്ടും പിന്നെ അത്യാവശ്യം നന്നായി പഠിക്കുന്നതുകൊണ്ടും അതിന്റെ അഹങ്കാരം അവളിൽ വേണ്ടുവോളം ഉണ്ടായിരുന്നു. ആരെങ്കിലും പഠിക്കാനുള്ളവരുടെ സഹായം അല്ലെങ്കിൽ ഡൗട്ട് എങ്ങാനും ചോദിച്ചിട്ട് അവളുടെ മുന്നിലോട്ടെങ്ങാനും പോയാൽ അതോടെ തീർന്നു. ഒരു പുച്ഛവും അവജ്ഞതയും കളർന്നുള്ള ഒരു നോട്ടവും പരിഹാസമായിരിക്കും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്നോടുള്ള സമീപനവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ പുതിയ പ്രോഗ്രാമുകൾ ആനുവൽ ഡേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഡിസ്കഷന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. സത്യം പറഞ്ഞ അന്ന് എനിക്കൊരു മെനക്കെട്ട ദിവസമായിരുന്നു. ഇന്നലെ തൊട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞാൻ വൈകിയാണ് എണീറ്റത്. അതിന്റെ ബാക്കി ശേഷിപ്പെന്നോണം അമ്മയുടെ വായിൽ നിന്ന് നല്ലത് കേട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്കൂളിൽ എത്തിയിട്ടും ക്ലാസ്സിലെ 2ാമത്തെ അവർ ചോദ്യം ചോദിച്ചതിന് എനിക്ക് ഒന്നും കിട്ടിയില്ല. പോരാത്തതിന് കഴിഞ്ഞ ആഴ്ച നടത്തിയ ക്ലാസ് ടെസ്റ്റിന്റെ പേപ്പർ വിതരണത്തിൽ നിന്ന് എനിക്ക് മാർക്കും ഭയങ്കര കുറവായിരുന്നു. കഴിഞ്ഞില്ലേ കാര്യം, അതിന്റെ വക വേറെ. അങ്ങനെ സയൻസ് പീരീഡും കഴിഞ്ഞു. പിന്നത്തെ അവർ മാത്സ് ആയിരുന്നു. ഇന്നലെ തീരെ വയ്യാത്തത് കാരണം നേരത്തെ കിടന്നുറങ്ങി. അതുകൊണ്ട് ഹോംവർക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ക്ഷീണം കാരണം വൈകി എണീറ്റത്. അതുകൊണ്ട് രാവിലെ അതൊന്നും ചെയ്യാനും പറ്റിയില്ല. ഹോംവർക്ക് ചെയ്യാണ്ട് ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയ കുട്ടികളുടെ കൂട്ടത്തില് ഞാനും ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വന്നേ പിന്നെ ഈ അനുവിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയായിരുന്നു ഞാൻ. പരിഹാസത്തോടെയുള്ള ഓരോ വാക്കും ഓരോ കുത്തി നോവിക്കലും എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ എത്രത്തോളം എനിക്ക് പറ്റും. ഉള്ളില് വിഷമം തികട്ടി വന്നിട്ടും ഞാനൊന്നും കാണാതെയും കേൾക്കാതെയും പോലെ നിന്നു. എന്തിനോ വേണ്ടി എന്നെ ഗ്രൂപ്പ് ഡാൻസിൽ ചേർത്തി ബാക്കി കൊണ്ട് നിർത്തി. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് തെറ്റിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്റെ തല താഴ്ത്തിയുള്ള നിൽപ്പ് കണ്ടിട്ടാവും ക്ലാസ്സിലെ മരിയ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ട്, അനു, അവൾ എന്റെ തൊട്ടപ്പുറത്തായിരുന്നു നിൽക്കണ്ടായത്. ഡാൻസ് സ്റ്റെപ്പ് തെറ്റിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അവള് തെറ്റിച്ചൊന്നും നിനക്കെങ്ങനെ എത്ര ഉറപ്പിച്ചു പറയാൻ പറ്റണേ? നീ ഫ്രണ്ടിലല്ലേ നിൽക്കണ്ടായേ? ഇനിയിപ്പോ അവളത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഇത് ഫസ്റ്റ് ഡേ അല്ലേ, ഇനി സമയമുണ്ടല്ലോ പഠിക്കാനായിട്ട്. അതുകൊണ്ട് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡാൻസ് മിലേക്ക് പഠിപ്പിക്കാൻ നോക്ക്. വെറുതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറി സമയം കളയാണ്ട്. മരിയ, ആർ യു പേർപ്പസ്ഫുള്ളി ഇഗ്നോറിംഗ് ദി ഫാക്ട് ദാറ്റ് നമ്മുടെ ക്ലാസ് ടീച്ചർ എനിക്കാണ് ഈ പ്രോഗ്രാം എൻറ്ററിങ് ചെയ്യാനുള്ള ഫുൾ റൈറ്റ്സും തന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ ആസ് എ ക്ലാസ് ലീഡർ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് ദിസ്. അതുകൊണ്ട് ഈ ചെയ്യുന്ന റിഹേഴ്സൽസിൽ നിന്നും ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് എനിക്ക് കൊണ്ടുവരണം. എന്നാലേ അത്രയും നന്നായിട്ട് നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചിലപ്പോൾ തെറ്റ് കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്തു എന്നൊക്കെ ഇരിക്കും.
ഓക്കെ, റിയാക്ട് ചെയ്തോളൂ, മാന്യമായിട്ട്. അല്ലാതെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിനെ അനു മരിയെ ഒന്ന് പുച്ഛിച്ചു വിട്ടിട്ട് വീണ്ടും ഡാൻസ് പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അടിവയറ്റിൽ നിന്ന് എന്തോ ഒരു വേദന അനുഭവപ്പെട്ടതോടുകൂടി എനിക്ക് ശരിക്കും ഡാൻസ് പഠിക്കണേൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ കളിക്കുമ്പോൾ എനിക്ക് മിസ്സാവുകയും ചെയ്തു. അതനു കണ്ടു. വാട്ട് ഇസ് ദിസ് ആത്മീയ? താൻ എന്താ അവിടെ ചെയ്യുന്നേ? ആർ യു സീരിയസ്ലി ട്രൈങ് ടു റൂയിൻ ദിസ് പ്രോഗ്രാം? അത് ഞാൻ തൊണ്ടയ്ക്കുള്ളിൽ ഒരു കനം പോലെ. വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല. അപമാനഭാരത്താൽ ഞാൻ തല കുമ്പിട്ട് നിന്നു. മറ്റാരും ഒരു പ്രോഗ്രാമിലും ചേർക്കാത്തോണ്ടുള്ള സഹതാപം തോന്നിയിട്ടാ തന്നെ ഇതിലേക്ക് വിളിച്ചത്. അതിപ്പോ എനിക്ക് പാരയായി. ഇങ്ങനെയാണെങ്കിൽ തന്നെ സ്കിറ്റിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുക? അതൊക്കെ അങ്ങനെ ആക്കാനും സ്കിറ്റിൽ വല്ല പ്രോപ്പായിട്ടും യൂസ് ചെയ്യാം. ദേ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് അരങ്ങാണ്ട് നിന്നാ പോരെ. തന്റെ ശരിക്കുള്ള പ്രോബ്ലം എന്താ ആത്മീയ? ഞങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ, അതോ ഡാൻസ് ചെയ്യാൻ അറിയില്ലേ, അതോ മനപ്പുറം ഡാൻസ് ഒക്കെ തെറ്റിക്കുന്നതാണോ? ഇത് അത്രയും ടഫ് സ്റ്റെപ്സ് ഒന്നും അല്ല. എല്ലാവർക്കും കളിക്കാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ടാ സിമ്പിൾ സ്റ്റെപ്സ് തന്നത്. അതും കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാ? ഏതൊരു മനുഷ്യനായാലും എന്തെങ്കിലും മേഖലയിൽ ഒരു ടാലന്റോ ഇൻട്രസ്റ്റോ കാണും. ഗോഡ്, ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാളെ കാണുന്നേ. ഒന്നിനും കൊള്ളാതെ. അനു, സ്റ്റോപ്പ് ഇറ്റ്. യു ആർ എക്സീഡിങ് യുവർ ലിമിറ്റ്സ്. അത്രയും കേട്ടതോടുകൂടി ഞാൻ ആകെ തകർന്നിരുന്നു. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഓടി. അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഒരു അശരീരി പോലെ ഞാൻ കേട്ടിരുന്നു എന്നെ ചൊല്ലി അവിടെ ഉണ്ടായ വാക്ക് തർക്കങ്ങളൊക്കെ. ഓടി തളർന്ന് ഞാൻ അവസാനം ചെന്നെത്തിയത് ഗേൾസ് റെസ്റ്റ് റൂമിലായിരുന്നു. അവിടെ എത്തി ഒരു മൂലയ്ക്ക് പോയിരുന്ന് എന്റെ സങ്കടങ്ങളെല്ലാം കണ്ണീര് പോലെ ഞാൻ ഒഴുക്കി കളയുമ്പോൾ ഞാൻ സ്വയം എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഒരു കഴിവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്തൊരു നശിച്ച ജന്മം. സങ്കടം തീരെ സഹിക്കാൻ വയ്യാതെ ഞാൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. സമയം പിന്നെയും എഴഞ്ഞു നീങ്ങി. എനിക്കെന്തോ തിരിച്ചങ്ങോട്ടേക്ക് പോയി അവരെയൊക്കെ ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. മരിയ എന്നെ തിരക്കി വരുന്നത് ഞാൻ അറിഞ്ഞെങ്കിലും അവളുടെ കണ്ണിപ്പെടാതെ ഞാൻ ഒളിച്ചു നിന്നു. സ്കൂൾ ടൈം തീരാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഫ്രീ അവറാണ്. ഓഡിറ്റോറിയത്തിലായിരിക്കും മിക്കവരും. അതുകൊണ്ട് എൻ്റെ ആബ്സെൻസ് ആരും നോട്ട് ചെയ്യില്ല. അതൊരു കണക്കിന് എനിക്ക് ആശ്വാസവുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ പാവാടയിൽ ചെറിയൊരു നനവ്. ഒരു അപായ സൂചന മാണിയ പോലെ ഞാൻ മൊത്തത്തിലൊന്ന് പരിശോധിച്ചു. കാര്യം പിടികിട്ടി. പീരീഡ്സ് ആയി. ഇനി ഇതിൻ്റെ കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈശ്വര, ഞാൻ ആകെ വശം കെട്ടു. കയ്യിലാണെങ്കിൽ പാഡും കരുതിയിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങാനും വയ്യ. എന്റെ ദൈവമേ, എന്തൊരവസ്ഥ. പക്ഷെ ആശ്വസിക്കാൻ ഒരു വകയുണ്ടെന്ന് പറയണ പോലെ എന്തോ ഭാഗ്യത്തിനാ എനിക്ക് സ്കൂൾ ബാഗും കൂടെ എടുക്കാൻ തോന്നിയത്. അതും ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്റെ ഈശ്വര, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് സ്കൂൾ ബെല്ലിന്റെ സൗണ്ട് എന്റെ കാതിൽ വീണതോടൊപ്പം തന്നെ ഞാൻ സ്കൂൾ ബാഗ് വേഗം എടുത്തിട്ടു. അത് സ്കേർട്ടിന്റെ ആ അടയാളം കാണാൻ പറ്റാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റു കുട്ടികൾ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടി. ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു എനിക്കപ്പോൾ. അതുകൊണ്ട് തന്നെ പതിവിലും വേഗത്തിൽ ഞാൻ നടന്നു നീങ്ങി. ആദ്യത്തെ ജംഗ്ഷൻ കടന്ന് ബസ് സ്റ്റാൻഡിനോട് അടുത്തൊരു ഇടവഴിയുണ്ട്. ആ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വീടെത്താം. ഞാൻ അതും വിചാരിച്ചിട്ടാണ് വേഗം നടന്നത്. മഴ വെക്കുന്നതിനും കുറച്ചു മുൻപെയാണ് തുടരെ തുടരെയുള്ള സൈക്കിളിന്റെ ഹോണടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തല ഉയർത്തി നോക്കിയതും ഒരു നിമിഷം ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. ഞാൻ കണ്ടു നില തെറ്റി പാഞ്ഞെന്റെ അടുത്തേക്ക് വരുന്ന സൈക്കിളും മാറ് മാറെന്ന് പറഞ്ഞൊരൊച്ചയും. പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയിൽ ഞാൻ ഇങ്ങോട്ട് നില്ലാതെ എടുത്ത് ചാടി. ആ ചാടിയതിന്റെ ആഘാതത്തിൽ കൂടിയും തോന്നുന്നു. ഞാൻ നേരെ ചെളിക്കുണ്ടി വീണ് പതിക്കുകയും ചെയ്തു. ബാഗ് എങ്ങോട്ടെന്നില്ലാതെ തെറിച്ച് വീഴുകയും ചെയ്തു. വീഴ്ചയിൽ എപ്പോഴോ കൈമുട്ട എവിടെയോ ഉരഞ്ഞ് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. അത് എണീറ്റ് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൈമുട്ട് പൊട്ടിയഴിഞ്ഞതിന്റെ തീവ്രത അറിഞ്ഞെന്നോണം ഞാനൊന്ന് ഇരുവലിച്ച് മുന്നോട്ടേക്ക് നോക്കി. അപ്പൊ ഞാൻ കണ്ടു എനിക്ക് നേരെ നിന്ന് പരിഹാസത്തോടെ ചിരിക്കുന്ന ഇന്ദ്രജിത്തിനെയും പിന്നെ അയാളുടെ കൂട്ടുകാരെയും. ഒരു നിമിഷം വേണ്ടി വന്നു എനിക്ക് നടന്നതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. കണ്ണടച്ച് ആഞ്ഞ ശ്വാസം വലിച്ച് ഞാൻ പതിയെ കണ്ണൊന്ന് തുറന്നു. ജംഗ്ഷനിൽ നിന്ന് അപ്പോഴേക്കും കുറച്ചു പേരൊക്കെ അങ്ങോട്ടേക്ക് ഓടിയെടുക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ആനുവൽ റിഹേഴ്സൽ എന്നും പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത കുറച്ചു പേരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ചെറിയൊരു വലയം ഞങ്ങളുടെ ചുറ്റിനും രൂപം കൊണ്ടു. അതിനിടയിൽ ചില മുറിമുറുപ്പുകളും അടക്കി പിടിച്ച സംസാരങ്ങളും എല്ലാം ഞാൻ കേൾക്കാനിടയായി. ഒരു ഞെട്ടലോടെ ഞാനത് മനസ്സിലാക്കി. പീരീഡ്സ് ആയിട്ടുള്ള ബ്ലഡിന്റെ സ്റ്റെയിൻ എന്റെ പാവാടയിൽ മൊത്തം പടർന്നു വന്ന്. ജിത്തുവും കൂട്ടരും പിന്നെ വേറെ കുറച്ച് പേരൊക്കെ അവളുടെ മുന്നിലായാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അവരിതൊന്നും കണ്ടിരിക്കാനും വഴിയില്ല. പൊതുസ്ഥലത്ത് നേരെ നോക്കി നടക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേടി നിനക്ക്. അല്ലേലും കാര്യം മനസ്സിലാക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നവർക്ക് ബോധം തീരെ കുറവായിരിക്കും. എന്തായാലും നിനക്ക് ചേർന്ന സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് വന്ന് വീണല്ലോടി കൊച്ചേ. ഡാ ജിത്തു, എന്താ എന്താ അവിടെ? ഒന്നുമില്ലടാ, ഒരുത്തി സ്ഥലകാല ബോധം ഇല്ലാണ്ട് വന്ന് ചാടിയത് എന്റെ സൈക്കിളിന്റെ മുന്നിലായിരുന്നു. ഞാൻ വെട്ടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അവള് തെറിച്ച് പക്ഷെ നേരെ ചെളിക്കുണ്ടിൽ വന്ന് ചാടുകയും ചെയ്തു. അല്ലേലും ഈ സ്വപ്ന ലോകത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം. റോഡാണെന്നുള്ളൊരു ബോധവുമില്ല. അതിന് നവീൻ ജിത്തുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്നാൽ അവിടെ അവന് കാണാൻ സാധിച്ചത് ആമയോടുള്ള സകല ദേഷ്യവും വെറുപ്പുമെല്ലാം തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ജിത്തുവിനെയായിരുന്നു. സ്ത്രീജനങ്ങൾ അവിടെ പൊതുവെ കുറവായിരുന്നു. എന്നാൽ കൂടി നിൽക്കുന്ന പുരുഷന്മാരാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ഒരു അവസ്ഥയിൽ അവിടെ കുഴഞ്ഞു നിന്നു. പിന്നെ ജിത്തുവിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവനെ ആരും ഗൗനിക്കാനും നിന്നില്ല. എന്നാൽ ഇതേ സമയം എല്ലാം കേട്ട് കണ്ണടച്ച് നിൽക്കുകയായിരുന്നു ആമി. ഇന്ന് രാവിലെ മുതൽ ആമിക്ക് കേൾക്കേണ്ടി വന്ന ശകാരങ്ങൾ, അവൾ അനുഭവിച്ച വിഷമം, അവഗണന, നിരാശ, എല്ലാത്തിനുമുപരി അപമാനം, ഇതെല്ലാം അവളുടെ മനസ്സിൽ നിറഞ്ഞു വന്നു. ആമി കണ്ണുകൾ പതിയെ തുറന്നു. ഒരു പെണ്ണാണെന്ന് പോലും വകവെക്കാതെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂരമായി തന്നെ അപമാനിക്കാൻ ഇട്ടുകൊടുത്ത ജിത്തുവിനോട് അവൾക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. തന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവന് നേരെയുള്ള ആദ്യത്തെ തിരിച്ചടി. ജിത്തു ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്നുപോയി. അവളൊന്നും തന്നെ അവനോട് സംസാരിച്ചിരുന്നില്ല. അല്ലെങ്കിലും ഒരു വാഗ്വാദത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തെ ആ പകപ്പ് മാറിയ ശേഷം തന്നെ തല്ലി ആമയുടെ അടുക്കലേക്ക് പോവാൻ നിന്ന് ജിത്തുവിനെ പിടിച്ചു വിലക്കിയത് അവളുടെ കണ്ണുകളിൽ കണ്ട ഒരു പരിചിത ഭാവമായിരുന്നു. ആരും തുണയില്ലാത്ത ഒരു പെണ്ണിന്റെ നിസ്സഹായ ഭാവം. അതവൾ ദേഷ്യമെന്ന വികാരത്താൽ അതിസമർത്ഥമായി മറച്ചു വെച്ചിരിക്കുന്നു. ആമി എന്നൊരലർച്ചയാണ് എന്നെ സുബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. നോക്കുമ്പോൾ നന്ദേച്ചി മജൂട്ടനും ഓടി എൻ്റെ അടുക്കലേക്ക് വരുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നീട് ഒരു പൊട്ടിക്കരച്ചിലൂടെ ഞാൻ നന്ദേച്ചിയെ ചെന്ന് പുണർന്നു. അജൂട്ടനാണെങ്കിൽ തന്റെ ചേച്ചിക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെയുള്ള ആകുലതയിൽ ആ കുഞ്ഞു കണ്ണുകൾ നിറച്ച് നിൽപ്പാണ്. നന്ദയ്ക്ക് ആദ്യം ഒരു അമ്പരപ്പ് തന്നെയായിരുന്നു. പിന്നീട് തിരിച്ചവളെ പുണർന്ന് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആമയുടെ കോലം കണ്ട് അവൾക്ക് എന്തോ ആക്സിഡന്റ് പറ്റി ചെളിക്കുണ്ടിൽ വന്ന് വീണു എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് കൃത്യമായി നടന്നതെന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ആമയപ്പോൾ. നന്ദ തെറിച്ചു വീണ ആമയുടെ ബാഗുമെടുത്ത് തിരിച്ച് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഒരു കാര്യം പെട്ടെന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആമ ഉടുത്തിരിക്കുന്ന സ്കേർട്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് പെട്ടെന്ന് ആമി അതേ നിൽപ്പ് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. വല്ലാത്തൊരു തളർച്ച. തന്റെ ചുറ്റുപാടൊന്നും നിരീക്ഷിക്കാൻ അവൾക്കാകുന്നില്ല. കണ്ണുനീർ തന്റെ കാഴ്ചയെ മറിക്കുന്നതായി അവൾ അറിയുന്നുണ്ട്. പെട്ടെന്നാണ് രണ്ട് കൈകൾ വന്നെന്നെ പൊതിയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. ആരോ എന്തൊരു തുണി കഷ്ണം കൊണ്ട് എന്റെ സ്കേർട്ട് മറച്ചിരിക്കുകയാണ്. നന്ദേച്ചിയായിരിക്കും. ഞാൻ മനസ്സിലോർത്തു. എന്തിനാ നന്ദേച്ചി? ഒരു പരിഹാസപാത്രമായി ഞാൻ ഇവരുടെ മുമ്പിലൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായില്ലേ. തിരിഞ്ഞു നോക്കിയില്ല ഞാൻ. ആരെയും ശ്രദ്ധിച്ചതുമില്ല. ഒരാശ്രയം കിട്ടിയ ഒരാശ്വാസത്തിൽ ചേച്ചിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിട്ട് യാന്ത്രികമെന്നോണം ഞാൻ വീട്ടിലേക്ക് നടന്നു. തിരികെ പോകുന്ന വഴി ഞാൻ ഓർക്കുകയായിരുന്നു. നടപ്പാതയുടെ ഒരോരം ചേർന്ന് നടക്കുന്ന എൻ്റെ അടുക്കലേക്ക് സൈക്കിളും കൊണ്ട് വന്നിട്ട് അയാൾ പറയണ കേട്ടില്ലേ, ഞാൻ നോക്കി നടക്കാത്തതാന്ന്. സൈക്കിളിന്റെ ബ്രേക്ക് പെട്ടെന്ന് പോയാലോ അല്ലെങ്കിൽ എതിർ
വലതുവശത്തു നിന്നുള്ളൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നാലോ, സ്പീഡ് കൂട്ടി വന്നാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് സൈക്കിളുകാരൻ കാണാണ്ട് വന്നാലോ, സൈക്കിൾ ഓടിക്കുന്ന ആൾക്ക് ചിലപ്പോൾ സൈക്കിൾ വെട്ടിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ മനഃപൂർവ്വം എന്നെ കുറ്റക്കാരിയാകുന്ന രീതിയിലായിരുന്നില്ലേ? ഇത്രയും നാൾ എന്നോടുണ്ടായ ദേഷ്യമായിരിക്കും അയാൾ തീർത്തത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ജംഗ്ഷനിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ആരോ വിളിച്ച് അച്ഛനെ അറിയിച്ചിരുന്നു. അച്ഛനത് അപ്പാടെ തന്നെ അമ്മയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. എന്റെ കോലം കണ്ടിട്ടാന്ന് തോന്നുന്നു അമ്മ അധികമൊന്നും എന്നോട് സംസാരിച്ചില്ല. കുളിച്ച് ഫ്രഷായി എന്നെ ചായ കുടിക്കാൻ പിടിച്ചിരുത്തിയ ശേഷം അമ്മ എൻ്റെ അടുക്കലേക്ക് വന്നിരുന്നു. ആദ്യം എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചു. പിന്നീട് പെൺകുട്ടികളുടെ പരിമിതികളെ പറ്റിയിട്ടുള്ളൊരു ബോധവൽക്കരണം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. ഒന്നിനോടൊരു താല്പര്യം തോന്നാത്ത ഒരു നിസ്സംഗ ഭാവമായിരുന്നു എനിക്ക് പിന്നീട് അങ്ങോട്ട്. കാരണം അത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു എനിക്കേറ്റ മുറിവിനും അപമാനത്തിനും. അന്ന് നടന്നതൊക്കെ സ്കൂളിൽ പലരും അറിഞ്ഞിരുന്നു. പക്ഷെ ആരും അതെന്നോട് വന്ന് ചോദിച്ചിരുന്നില്ല. അതിനുശേഷം മരിയ ചെറിയ രീതിയിലൊക്കെ എന്നോട് കൂട്ടുകൂടാൻ ശ്രമിച്ചിരുന്നു. ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവളോട് പെരുമാറി. കാരണം എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്റെ കൂടെ നിന്നിരുന്നതല്ലേ. ബാക്കി ചിലർക്കൊക്കെ ചില സ്ഥായി ഭാവം തന്നെ, പുച്ഛം. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആരായിരിക്കുമെന്ന്. അയാളുടെ കാര്യം പിന്നീട് എന്തായെന്ന് എനിക്കറിയില്ല. എനിക്കറിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പിന്നീട് ഞാൻ കുറച്ച് ദിവസം അയാളെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ശനിയാഴ്ച ഞാനും നന്ദേച്ചിയും കൂടി വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായി ജംഗ്ഷൻ വരെ വന്നതായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ലില്ലി ആന്റീനെ കാണുന്നത്. ലില്ലി ആന്റി ഇന്ദ്രജിത്തിന്റെ അമ്മയാണ്. ഞാനൊരു നിമിഷം അവിടെ തന്നെ നിന്നു. എന്നെ കണ്ടതും ആന്റി എൻ്റെ അടുക്കലേക്കായി വന്നു. എനിക്ക് കുറച്ച് പരിഭ്രമം ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പുറത്ത് കാണിക്കാതെ തന്നെ നിന്നു. രണ്ടുപേരും ഇതെങ്ങോട്ടാ? ജംഗ്ഷനിലോട്ടാണോ? ആന്റി വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അല്ല, ആന്റി എവിടെ പോയി വരിക? ഞാൻ റേഷൻ കട വരെ ഒന്ന് പോയതാ മോളെ. പിന്നെ എനിക്ക് തയ്ക്കാനുള്ള ഡ്രസ്സ് തന്ന കുറച്ച് പേരുടെ വീടൊക്കെ ആ വഴിയില്ല. അപ്പൊ പിന്നെ പോണ നേരത്ത് അതങ്ങ് കയ്യോടങ്ങ് കൊടുക്കുകയും ചെയ്തു. ആമി മോളെന്താ ഒന്നും മിണ്ടാത്തേ? ആന്റിയോട് ദേഷ്യമുണ്ടോ മോൾക്ക്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പിന്നെ നിങ്ങൾ സംസാരിക്കല്ലേ. എനിക്ക് മനസ്സിലായി. അന്ന് നടന്നതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു മോളെ. ആ കുരുത്തം കെട്ടവന് അങ്ങനെ ഒരു അടി കിട്ടേണ്ടത് തന്നെയായിരുന്നു. അവന്റെ ഭാഗത്തു നിന്നുണ്ടായത് തീർത്തും തെറ്റ് തന്നെയാ. അതിന് മോള് നല്ല തക്കതായ മറുപടിയും കൊടുത്തല്ലോ. അങ്ങനെ വേണം മോളെ പെൺകുട്ടിയോടായ. നമ്മളൊന്നും ആരെയും പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയണം. അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ നമ്മൾ ഉപദ്രവിക്കാൻ വന്ന വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കരുത്. നല്ല തിരിച്ചടി കൊടുക്കുകയും വേണം. കാരണം മറ്റുള്ളവരുടെ ബലത്തിലൊന്നും അധികകാലം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അച്ഛനായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ. ഏതെങ്കിലും പ്രതിസന്ധികൾ നമ്മൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി തന്നെ വരും. അതിന് നമുക്ക് തുണയായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ആ സത്യം നമ്മൾ മനസ്സിലാക്കിയ അധികം തടസ്സമില്ലാണ്ട് തന്നെ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ ആന്റിയെ സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചു. ആ കണ്ണുകളിലെ വേദന എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്റെ മാധവേട്ടൻ എപ്പോഴും പറയും, സ്ത്രീകൾ സ്വയം പ്രാപ്തി കൈവരിച്ചിരിക്കണം, നല്ല തന്റേടവും ധൈര്യമുള്ളവരായിരിക്കണം എന്നൊക്കെ. ഒരു പക്ഷെ അദ്ദേഹം ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെയൊന്നും. അവന് ദേഷ്യവും വാശിയും കുറുമ്പൊക്കെ ഇത്തിരി കൂടുതലാ. അന്ന് മോളോട് ചെയ്തതിനെല്ലാം ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇനി അവന്റെ അടുത്ത് നിന്നുള്ളൊരു ഉപദ്രവവും മോൾക്ക് ഉണ്ടാവില്ല. മോള് ഞങ്ങളോട് ക്ഷമിക്കണം. അയ്യോ, എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കണേ? അമ്മ ക്ഷമ ചോദിക്കണം മോളെ. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവനിങ്ങനെയൊന്നും. ഈ തിരക്കേറിയ ജീവിത പാച്ചില് ഞാൻ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കണോടൊപ്പം തന്നെ അവനെയും ശ്രദ്ധിക്കണമായിരുന്നു. തെറ്റെന്റെ ഭാഗത്തുണ്ട് മോളെ. അമ്മേ, മക്കള് ചെല്ല്. ഞാൻ വെറുതെ. ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നന്നായി പഠിക്കണം കേട്ടോ. ചെല്ല്. ശരി.
എന്തോ വല്ലാത്തൊരു അടുപ്പവും ഇഷ്ടം തോന്നി ആ അമ്മയോട്. എന്നാലും ഇതുപോലൊരു അമ്മയ്ക്ക് എങ്ങനെ അതുപോലത്തെ ഒരു ചെകുത്താനുണ്ടായെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത. പാവം, കുറെ അനുഭവിച്ചാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടക്കണ നേരത്താ. അയ്യോ, ആ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അന്ന് ചേച്ചി എനിക്ക് എന്തോ അരയിലൊരു ഷർട്ട് പോലെ എന്തോന്ന് കിട്ടി തന്നില്ലേ, അത് ആരുടെയായിരുന്നു? അന്ന് ഞാൻ പിന്നെ അത് ചോദിക്കാനും വിട്ടു. എന്റെ അവസ്ഥ അതുപോലെ ആയിരുന്നല്ലോ. ഏ, ആ, ആ, ആ ഷർട്ട്. ആ വന്നോ? പോയിട്ട് എത്ര നേരമായി ചേച്ചി? ഇതേ അമ്മ ഇവിടെ കിടന്ന് അന്വേഷിക്കുന്നുണ്ട്. വേഗം ചെല്ലാം അങ്ങോട്ട്. ആ ആമി, അത് ആ കുട്ടിക്കത് സ്പെയർ വേറെ ഉണ്ട്, അത് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. നീ പിന്നെ അത് കറിയതല്ലേ, നീ അത് കൊടുക്കണ്ട. ആ, അപ്പൊ ശരി എന്നാ, അമ്മ അന്വേഷിക്കണ്ട, നീ ചെല്ല്. അയ്യോ, എന്നാലും ചേച്ചി നീ ചെല്ലാമി, അമ്മ അന്വേഷിക്കണുണ്ടാവും. നമുക്ക് പിന്നെ കാണാം. ശരി എന്നാ, ബൈ. ദിവസങ്ങൾ അങ്ങനെ മാറ്റമില്ലാതെ കടന്നുപോയി. ഞങ്ങളുടെ അധ്യയന വർഷം ഏതാണ്ട് പൂർത്തിയാവാറായി. അങ്ങനെ സ്കൂൾ ആനുവൽ ഡേയുടെ ദിവസം വന്നെത്തി. മരിയ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ തിരുവാതിരയ്ക്കും പിന്നെ ഒരു ഡ്രാമ, ഒരു സ്കിറ്റിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് നല്ലതുപോലെ തന്നെ എനിക്ക് ചെയ്യാനും പറ്റി. പിന്നെ അന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ മറ്റു പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുക്കാനും നിന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ. ആ, അങ്ങനെ തന്നെ. അപ്പോൾ എന്തായാലും ആനുവൽ ഡേ ദിവസം എന്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ അത് അവസാനിച്ചു. അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നെ പിന്നെ പലപ്പോഴായി ഞാൻ അയാളെ കണ്ടിരുന്നു. എന്റെ അടുക്കലേക്ക് വരികയോ എന്നോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അത് ചിലപ്പോ ലില്ലിയമ്മയുടെ താക്കീത് ഭയന്നിട്ടാവും. എന്തോ അയാളെ പിന്നീട് കാണുമ്പോഴൊക്കെ കാരണമറിയാത്തൊരു വെറുപ്പ് എന്റെ മനസ്സിൽ വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ലില്ലിയമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോ സങ്കടവും വിഷമൊക്കെ തോന്നുക. പാവം, അതിൻ്റെ ഒരു അവസ്ഥയെ. ആത്മീയ, ഈ നോട്ട്ബുക്കുകളെല്ലാം കളക്ട് ചെയ്തിട്ട് നേരെ സ്റ്റാഫ് റൂമില് മിനി മിസ്സിന്റെ അടുത്ത് കൊണ്ടുവയ്ക്ക്. ചെല്ല്. ഏ, ഞാനോ? അത് മിസ് തന്നോടല്ലേ പറഞ്ഞേ? താനല്ലേ ക്ലാസ് ലീഡർ? യെസ്, ക്ലാസ് ലീഡർ ഞാനാ. അപ്പൊ ഞാൻ പറഞ്ഞതനുസരിക്ക് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്ക്. പറ്റില്ലാനോ? ഞാനത് ചെയ്യില്ല. മിസ് തന്നോടല്ലേ പറഞ്ഞേ, അതുകൊണ്ട് താൻ തന്നെ കൊണ്ടുവയ്ക്ക്. വാട്ട്? ആർ യു ഡിസൊബേയിങ് മീ? ഐ എം ദി ക്ലാസ് ലീഡർ ഹിയർ. അതെ, ക്ലാസ് ലീഡറാണ്. എന്ന് വെച്ചാൽ ഞാൻ തന്റെ അടിമയൊന്നുമല്ലല്ലോ. തന്നോടല്ലേ മിസ് പറഞ്ഞേ അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പോൾ താൻ തന്നെ അത് ചെയ്യണം. അവനവന്റെ ഡ്യൂട്ടി, അവനവന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഒരുപാട് നിന്ന് വായിട്ട് അലച്ചതല്ലേ അന്ന്. അപ്പൊ അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തേക്ക്. ഓഹോ, അങ്ങനെയാണല്ലേ. ഫൈൻ, ഞാനത് റിപ്പോർട്ട് ചെയ്യും. ക്ലാസ് ലീഡറെ ഹെൽപ്പ് ചെയ്യാൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് പറ്റിയില്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ ടീച്ചറോട് പറഞ്ഞേക്ക്. എന്ത് ഹെൽപ്പ്? അതിന് തനിക്കിപ്പോൾ എന്തെങ്കിലും വരെ അർജന്റായിട്ടുള്ള ഡ്യൂട്ടിയോ അല്ലെ വർക്കോ ഉണ്ടോ? ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് പോവാന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടല്ലോ. നിങ്ങളത് അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനും കേട്ടതാ. പിന്നെ അനു, നിന്നെ ക്ലാസ് ലീഡർ ആക്കിയിരിക്കുന്നത് ക്ലാസ് മര്യാദയ്ക്ക് മെന്റർ ചെയ്യാനും പിന്നെ ഇവിടുത്തെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മര്യാദയ്ക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അത് നിനക്കും ബാധകം തന്നെയാണ്. കാരണം നീ ഇവിടുത്തെ സ്റ്റുഡന്റ് തന്നെയല്ലേ. ഓഹോ, ക്ലാസ് ലീഡർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ക്ലാസ് ലീഡർ അനുസരിക്കാന്നുള്ളത്. പിന്നെ എനിക്കതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ക്ലാസ് ലീഡർ ആയിട്ട് നിൽക്കണേ. അല്ലാതെ ഒരു കഴിവില്ലാത്തവരൊന്നും പിടിച്ച ക്ലാസ് ലീഡർ ആക്കില്ല. വലിയ വായിൽ നിന്ന് പ്രസംഗിക്കാൻ നിൽക്കാതെ നിന്റെ കഴിവൊക്കെ ഞങ്ങൾ കണ്ടു അന്ന് ആനുവൽ ഡേക്ക്. മരിയ അത് പറഞ്ഞതും അനുവും കൂട്ടരും ഒന്ന് നിന്ന് ചൂളി. കാരണം അവരുടെ ഗ്രൂപ്പ് ഡാൻസ് അത്ര ഗംഭീരായിരുന്നു. കാരണം ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ അനു ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ സ്റ്റെപ്പ് തെറ്റിച്ചു. ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് സ്റ്റെപ്പ് തെറ്റിച്ചുകൊണ്ട് തന്നെ ബാക്കിൽ നിൽക്കുന്ന ഒരു പാനിക്കായിട്ട് അവരുടെ എല്ലാം ടൈമിങ് തെറ്റി ആകെ ഡാൻസ് മൊത്തം കൊളായി. അന്ന് എനിക്ക് വയ്യാത്ത ദിവസമായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ഡാൻസ് ചെയ്തപ്പോൾ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നീ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്ത്. എന്നിട്ട് നീ എന്താ കാണിച്ചതാനു? അഹങ്കാരവും അഹംഭാവം കൊണ്ടൊന്നും ആരും വിജയം ഇന്നേ വരെ കൈവരിച്ചിട്ടില്ലാനു. അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി മുന്നേറാൻ നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ആയിരിക്കും ദൈവം കൊടുത്തിട്ടുണ്ടാവുക. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. അന്ന് ക്ലാസ്മേറ്റ്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഓരോന്ന് പറഞ്ഞ് നാണം കെടുത്തിയ നീ പിന്നീട് നിനക്കെന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ.
ഹോൾ സ്കൂളിലത്തെ സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെ മുമ്പിൽ നാണം കെട്ട് നിന്നിട്ടും നീ പഠിച്ചില്ലല്ലോ അനു. ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. തെറ്റാർക്കും പറ്റും, എപ്പോ വേണമെങ്കിലും പറ്റും. പിന്നെ വലിയ ആളാന്നുള്ള ഭാവത്തിൽ വീണ്ടും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചടി നിനക്ക് വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് ഈ അഹങ്കാരവും പിന്നെ ഞാനെന്നുള്ള ഭാവവും വിട്ട് മര്യാദയ്ക്ക് നിൽക്കാൻ ശ്രമിക്കേ. അല്ലെങ്കിൽ നിനക്ക് തന്നെ അതിന്റെ ദോഷം. കഴിവ് വേണ്ടുവോളം ഉണ്ടായിട്ടും കഴിവ് കൃത്യസമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ നിങ്ങളോട് ആരുടെയും പിൻബലത്തിൽ നിന്ന് അഹങ്കരിക്കാൻ ശ്രമിക്കാണ്ട് സ്വന്തമായിട്ടുള്ളൊരു നിലപാടുണ്ടാക്കാൻ നോക്ക്. പിന്നെ അവനവന് തന്ന ജോലി അവനവൻ തന്നെ ചെയ്തു തീർക്കുക. ഞാൻ ആരുടെ അടിമയൊന്നുമല്ല, അങ്ങോട്ട് ആജ്ഞാപിച്ചാൽ ഉടനെ തന്നെ ഉത്തരവ് എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യാനായിട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അനുവും കൂട്ടരും ആ ക്ലാസ് റൂമിലെ കുട്ടികളുടെ മുമ്പിൽ തല താഴ്ത്തി നാണം കെട്ടി നിൽക്കുമായിരുന്നു. ഇത്രയും പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ഭാരം ഇറക്കി വെച്ച പോലെയായിരുന്നു എനിക്ക്. ചില കൈപ്പേറിയ നിമിഷങ്ങൾ നമ്മളിലേക്കൊരു നല്ല മാറ്റം കൊണ്ടുവരാനായിരിക്കുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. എന്നിലെ അന്തർമുഖ സ്വഭാവത്തിന് കുറച്ച് മാറ്റം വന്നെങ്കിലും വീട്ടിലിപ്പോഴും ഞാൻ ആ പഴയ ആമി തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് സെം എക്സാം ആയി. ഞങ്ങളുടെ ഒരു അധ്യയന വർഷം കൂടി കഴിഞ്ഞു. ഇപ്പൊ സമ്മർ വെക്കേഷൻ. ഞങ്ങള് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു, അമ്മ വീട്ടില്. പിന്നെ അച്ഛനെ ജോലി തിരക്കായ കാരണം അമ്മയും അച്ഛനും ഒരാഴ്ച വരെ അവിടെ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും തിരികെ വന്നു. ഞങ്ങള് പിന്നെ വെക്കേഷൻ കഴിയണ വരെ അവിടെ തന്നെയായിരുന്നു. വെക്കേഷൻ കഴിയണേന്റെ ഏകദേശം ഒരാഴ്ച മുമ്പൊക്കെയാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എന്നെ കാത്തിരുന്നത് ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു. അത് ലില്ലിയമ്മ മരിച്ചു. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. കുറച്ചു നാളായി. എന്തോ വല്ലാത്തൊരു ആത്മബന്ധം ആ അമ്മയായിട്ടുണ്ടായ കാരണമായിരിക്കും ആ വാർത്ത എന്നെ വല്ലാതെ തളർത്തി. പിന്നീട് നന്ദേച്ചി എപ്പോഴും പറയണ കേട്ടതാ, ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ ബന്ധത്തിലുള്ള ആരോ ഇന്ദ്രജിത്തിനെയും കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോയെന്ന്. സത്യം പറഞ്ഞ ലില്ലിയമ്മയുടെ വിയോഗം എനിക്കൊരു നോവായിരുന്നെങ്കിലും ഇന്ദ്രജിത്ത് അവിടെ ഇല്ലാത്തത് എനിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ അവനവന്റെ ജീവിത തിരക്കിലേക്ക് തന്നെ എല്ലാവരും ലയിച്ചു ചേർന്നു. മനുഷ്യന്മാരല്ലേ, മറക്കും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ.